അസ്സലാമലൈക്കും. പലരും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, ഈ ചിക്കൻ കൊണ്ടാട്ടം കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന്. സത്യം പറഞ്ഞാണ്ടല്ലോ, ഇത് കഴിച്ചാൽ പിന്നെ നിങ്ങൾ വേറെ ഒന്നും കഴിക്കൂല കേട്ടോ. കാരണം എന്താ, വയറ് നിറഞ്ഞ് പിന്നെ നിങ്ങൾക്ക് എണീക്കാൻ പോലും പറ്റൂല, അത്രക്കും ഉഷാറാണ് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ. ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി മസാല പുരട്ടിക്കാണ്ട് ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മസാല പുരട്ടുന്ന ഭാഗം വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്തൊക്കെ ചേർക്കേണ്ടതെന്നുള്ളത്. കോൺഫ്ലവർ പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, കോഴിമുട്ട, സുർക്ക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെ കൂട്ടി നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ച് കണ്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ആ പൊരിച്ചെടുത്താണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത എണ്ണ ഉണ്ടല്ലോ, അതിന് കുറച്ച് എണ്ണ കേട്ടോ ഞാൻ ഇവിടെ ഇതിലേക്ക് എടുത്തേക്കണത്. എന്നിട്ട് മുളക് ചതച്ചുണ്ടല്ലോ, ഉണക്കമുളക് ചതവാണ് കേട്ടോ ഇവിടെ ചേർത്തെടുത്തേക്കണത്. ഗ്യാസ് സിമ്മിലാണ് കേട്ടോ ഈ ടൈമിൽ ഞാൻ വെച്ചെടുത്തേക്കണത്. ഇത് കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് സിമ്മിൽ വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഉണക്കമുളക് ഉണ്ടല്ലോ, അത് അതേപോലെ ഒരു 4 ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടാവും കേട്ടോ. അത് ഇളക്കി കൊടുത്തിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് സവാള ഉണ്ടല്ലോ, വല്യുള്ളി, അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ 2 വല്യുള്ളി ആയിട്ട് എടുത്തിരിക്കണത്. അത് ഇതേപോലെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാടി വരണം കേട്ടോ. ഇനിയിപ്പോൾ ഗ്യാസ് ഒന്ന് കുറച്ച് കൂട്ടി വെച്ചോട്ടോ, ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ലോണം അങ്ങോട്ട് വാടി വരുമൊന്നും വേണ്ട, ഒന്നൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് സോസ് ഐറ്റംസുകളൊക്കെ ഇവിടെ ഒഴിച്ച് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒഴിച്ച് കൊടുക്കുന്നത് മുളകിൻ്റെ സോസാണ് കേട്ടോ. റെഡ് ചില്ലി സോസാണ് ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗ്രീൻ ചില്ലി സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. ഗ്രീൻ ചില്ലിയാണ് കേട്ടോ ഇനി നമ്മളിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി നമ്മളിവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ. അതെല്ലാം കൂടി ഒന്നൊന്ന് ചൂടാക്കി എടുക്കട്ടോ. ടൊമാറ്റോ സോസാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഒഴിച്ച് കൊടുക്കണത്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് ടൊമാറ്റോ സോസ് ഒന്ന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് മധുരം കുറവാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടോ. പിന്നെ കുറച്ച് ക്യാപ്സിക്കും കൂടി ഇതിനെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ, ചെറിയ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാൻ സമയം വളരെ കുറവാണ് കേട്ടോ. പക്ഷെ കഴിക്കാൻ തുടങ്ങിയാലോ പാത്രം കാലിയാകാൻ എടുക്കുന്ന സമയം അതിലും കുറവാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, അത്രയ്ക്ക് അടിപൊളിയാണ്. ഇതുണ്ടാക്കി നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണേ ഈ രീതിയിലൊന്ന്. എന്നിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞു തരണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു.